ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ബികോം FIUGP മേജർ സബ്ജക്റ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻ്റെ 5th ചാപ്റ്റർ ആയിട്ടുള്ള ലീഡർഷിപ്പിൻ്റെ റിമൈനിങ് പോർഷനാണ്. ഈ ഒരു റിമൈനിങ് പോർഷനിലെ ഫുൾ പോർഷൻസ് നമുക്കിന്ന് കവർ ചെയ്തോളണമെന്നില്ല. ബട്ട് എന്നിരുന്നാൽ പോലും നമുക്ക് ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസാണ് നമ്മൾ നോക്കുന്നത്. തിയറീസ് ഓഫ് ലീഡർഷിപ്പും ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ തിയറീസ് ആണുള്ളത്. ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 4 തിയറീസ് ആണ് പഠിക്കാനുള്ളത്. ട്രേറ്റ് തിയറി, ബിഹേവിയറൽ തിയറി, കണ്ടിജൻസി തിയറി ആൻഡ് ദ ലാസ്റ്റ് വൺ ട്രാൻസ്ഫോർമേഷണൽ തിയറി. ഇങ്ങനെ 4 തിയറീസാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇതിൽ ഓരോ തിയറിയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഷോർട്ട് മാർക്കിനും അതുപോലെ essay ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ ഒരു തിയറീസ് ഓഫ് ലീഡർഷിപ്പ് എന്നുള്ള ഈ ഒരു പോർഷൻ. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തിയറീസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലീഡർ എന്താണ്, ലീഡർഷിപ്പ് എന്താണ്, ആൻഡ് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ലീഡർക്കുള്ളത്, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ലീഡേഴ്സ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രേറ്റ് തിയറിയാണ്. ഓക്കെ, ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ട്രേറ്റ് എന്നാൽ ക്വാളിറ്റീസ് ആണ്. വാട്ട് ഈസ് ക്വാളിറ്റീസ്? എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ലീഡർ അല്ലെങ്കിൽ നോൺ ലീഡർ ഇവർ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കില്ല ഒരു ഓർഗനൈസേഷനിൽ, അല്ലേ? ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് അവർ പോസസ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ നോൺ ലീഡറിൽ നിന്നും ലീഡറിനെ വ്യത്യസ്തമാക്കുന്ന ഡിഫറെൻറ്റ് ട്രേറ്റ്സ് നമ്മുടെ ലീഡേഴ്സിനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ നമ്മൾ ലീഡർ എന്ന് പറയുന്നത്, അല്ലേ? സോ ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള ക്വാളിറ്റീസാണ് ഒരു ലീഡറിനെ നോൺ ലീഡറിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതാണ് ട്രേറ്റ് തിയറിയിലൂടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രേറ്റ് തിയറിയിൽ നമുക്ക് 3 ട്രേറ്റ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഫിസിക്കൽ ട്രേറ്റ്സ് ഉണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ട്രേറ്റ്സ് ഉണ്ട്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ട്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വാളിറ്റീസാണ്. ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തിയറിയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡർ എങ്ങനെയായിരിക്കണം? യങ് ആൻഡ് മിഡിൽ ഏജ്ഡ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ ഭയങ്കര എനർജറ്റിക് ആയിരിക്കണം, ടോൾ ആയിരിക്കണം, ഹാൻസം ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് എന്ത് ഫിസിക്കൽ ട്രേറ്റ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ദെൻ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ട്രേറ്റ്സ് ഉണ്ട്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ട്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇവർ പഠിച്ചിട്ടുള്ളതൊക്കെ ഭയങ്കര പ്രൊമിനൻ്റ് ആയിട്ടുള്ള സ്കൂൾ, കോളേജ് ഇതിലൊക്കെ ആയിരിക്കണം അവർ പഠിച്ചിട്ടുണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ആൻഡ് അവരുടെ ആ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അത് ആ ഒരു ക്വാളിറ്റി, അങ്ങനെ ഒരു ക്വാളിറ്റി അവർക്ക് എടുത്ത് കാണിക്കണം. അതാണ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ക്വാളിറ്റിയിലൂടെ പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നതാണ് അവർ കരിസ്മാറ്റിക് ആയിരിക്കണം, ചാമിങ് ആയിരിക്കണം, ടാക്ട്ഫുൾ ആയിരിക്കണം, പോപ്പുലർ ആയിരിക്കണം, കോപ്പറേറ്റീവ് ആയിരിക്കണം, ഡിപ്ലോമാറ്റിക് ആയിരിക്കണം. എന്താണ് കരിസ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കരിസ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ട്രേറ്റ് തന്നെയാണ്, ഇതൊരു ക്വാളിറ്റിയാണ്. ദറ്റ് മീൻസ് ഇപ്പോൾ ചില ആളുകളുടെ ക്ലാസ്സസ് നമ്മൾ കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില ആളുകൾ നമുക്ക് എന്തെങ്കിലും ഉപദേശം തരുന്ന സമയത്ത് അത് നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. ബിക്കോസ് അവർക്ക് എന്തുണ്ട്, ഒരു മാജിക്കൽ പവറുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. ലൈക്ക് നമുക്കത് കേട്ടിരിക്കാനായിട്ട് തോന്നും. ഇനി എന്തെങ്കിലും നമ്മളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അനുസരിക്കാൻ തോന്നും. ബിക്കോസ് എന്താ, അവരുടെ ആ ഒരു പ്രസൻറ്റേഷൻ സ്കില്ലും അവരുടെ ആ ഒരു പറഞ്ഞു തരുന്ന ആ ഒരു രീതിയും ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ സ്കില്ലുള്ള ആളുകളുണ്ടായിരിക്കും, അല്ലേ? അവരെയാണ് നമ്മൾ കരിസ്മാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നതാണ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഇമോഷണലി വീക്കായിട്ടുള്ള ആളൊന്നാവാൻ പാടില്ല. അവർക്ക് ഏതൊരു സിറ്റുവേഷനും അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. പെട്ടെന്ന് നാളെ മുതൽ സെക്ഷനിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലുള്ള ഓരോ സെക്ഷൻസിലും ഇന്ന ചേഞ്ചസ് വരും എന്ന് പറയുന്ന സമയത്ത് അതിൽ ഇമോഷണലി ഡള്ളാവാതെ അതിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് അവർക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഭയങ്കര എക്സലൻ്റ് ആയിരിക്കണം, ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചാൽ അത് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. സോ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എല്ലാം അവർക്കുണ്ടായിരിക്കണം. സോ ഇതാണ് നമ്മൾ എന്തിൽ പറയുന്നത്, ഒരു ട്രേറ്റ് തിയറിയിലൂടെ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ബിഹേവിയറൽ തിയറിയാണ് നോക്കാനുള്ളത്. ബിഹേവിയറൽ തിയറിയിൽ നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ പ്രധാനമായിട്ട് നമുക്കൊരു 3 തിയറീസിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. ഫസ്റ്റ് വണ്ണാണ്
കർട്ട് ലെവിൻ സ്റ്റഡീസ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലോവ യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഒരു കർട്ട് ലെവിൻ സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതിനെ നമ്മൾ ലോവ സ്റ്റഡി എന്നും പറയുന്നുണ്ട്. ദെൻ ഒഹിയോ സ്റ്റേറ്റ് സ്റ്റഡി, ദ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ സ്റ്റഡി ആൻഡ് മാനേജീരിയൽ ഗ്രിഡ് തിയറി നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഈ മാനേജീരിയൽ ഗ്രിഡ് തിയറി ഉണ്ടല്ലോ, അത് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കുന്ന ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് കർട്ട് ലെവിൻ അല്ലെങ്കിൽ ലോവ സ്റ്റഡി പഠിക്കാം. ഈ ഒരു സ്റ്റഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ലോവ യൂണിവേഴ്സിറ്റിയിലാണ് ആക്ച്വലി ഈ ഒരു സ്റ്റഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ടും 3 മോഡൽസ് അല്ലെങ്കിൽ 3 ലീഡർഷിപ്പ് സ്റ്റൈൽസാണ് ഫ്ലോ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഓട്ടോക്രാറ്റിക്, ദെൻ ഡെമോക്രാറ്റിക് ആൻഡ് ലേസസ് വെയർ. ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പിൽ പഠിക്കാനുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ പറയാം, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നതിനെ നമ്മൾ ഓൾസോ കോൾഡ് അതോറിറ്റേറിയൻ ലീഡർഷിപ്പ്. ആ ഒരു നിയമത്തിൽ ഉണ്ട് ഓട്ടോക്രാറ്റിക്. അവിടെ നമ്മുടെ ലീഡർ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. സ്ട്രിക്റ്റ് എന്ന് മാത്രമല്ല, ഇവരെടുക്കുന്ന ഡിസിഷൻസ് എല്ലാം ഇവർ തനിയെ എടുക്കുന്നതായിരിക്കും. ഇവർ ഒരാളെ കൺസിഡർ ചെയ്യാതെ എന്താണോ അവർക്ക് തോന്നുന്നത് ആ ഒരു ഡിസിഷൻ ആയിരിക്കും അവരെടുക്കുന്നുണ്ടാവുക. സോ അത് കാരണം തന്നെ ഇവിടെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആണ്. ഈ ഒരു മോഡൽ പ്രധാനമായിട്ടും നമ്മുടെ ലീഡേഴ്സ് ഫോളോ ചെയ്യാറ്. ഈ ഒരു നമ്മുടെ വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറയുന്നവർ ഭയങ്കര ലേസി ആയിട്ടുള്ളവരാണ്. ഒരു കാര്യം പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ കുറച്ച് സ്ട്രിക്റ്റായി നിന്നാലേ അവരെന്ത് ചെയ്യുള്ളൂ, എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ അല്ലേ. സോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ലീഡേഴ്സ് ചൂസ് ചെയ്യാറുണ്ട്. ദെൻ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഓട്ടോക്രാറ്റിക്കിൽ നിന്നും വിപരീതമായിട്ട് എംപ്ലോയീസിനെ കൂടി ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. സോ അത് കാരണം തന്നെ ഈ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിനെ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്നും പറയാറുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നതാണ് ലേസസ് ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോക്രാറ്റിക് നമ്മൾ പറഞ്ഞു ലീഡർക്കാണ് ഫുൾ പരമാധികാരം അവിടെ. ആൻഡ് ഡെമോക്രാറ്റിക് ആണെങ്കിൽ അവിടെ 2 പേർക്കും ഈക്വൽ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്. ലേസസ് ഫെയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എംപ്ലോയീസിന് ഫുൾ ഫ്രീഡം കൊടുക്കുകയാണ്. അവരാണ് ഇവിടെയുള്ള എല്ലാ ഡിസിഷൻസും എടുക്കുന്നത്. ഇത്തരത്തിലുള്ള ലേസസ് ഫെയർ ലീഡർഷിപ്പ് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ് ബെസ്റ്റ് വർക്കേഴ്സ് ആയിരിക്കണം, സ്കിൽഡ് വർക്കേഴ്സ് ആയിരിക്കണം, ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ കഴിയുന്ന വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ലേസസ് ഫെയർ ലീഡർഷിപ്പ് സ്റ്റൈൽ ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, അവർ എഫക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യും. ബട്ട് ഇത് ഭയങ്കരമായിട്ട് ഉഴപ്പി നടക്കുന്ന എംപ്ലോയീസിനിടയിൽ നമ്മൾ ഈ ഒരു ലേസസ് ഫെയർ കൂടി ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത് വേസ്റ്റായിട്ടും പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കർട്ട് ലെവിൻ സ്റ്റഡീസിൽ നമുക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ട് 3 സ്റ്റഡീസാണ് അവിടെ ഫ്ലോ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക് ആൻഡ് ലേസസ് ഫെയർ. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഒരു 3 മോഡൽസ് എന്നുള്ളത് നിങ്ങൾ ഈ തിയറിയിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഇതിലേതാണ് ബെസ്റ്റ് മോഡൽ എന്നുള്ള ഒരു ഡൗട്ട് വരാം. അപ്പോൾ ഈ ഒരു സ്റ്റഡീസിൻ്റെയൊക്കെ ബേസിൽ ബെസ്റ്റ് മോഡലായിട്ട് പറയുന്നത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പാണ്. ബിക്കോസ് അവിടെ നമുക്ക് തോന്നുകയാണ് നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനിടയിൽ നമുക്കൊരു വാല്യൂ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മൾ എക്സാമിൽ സ്കോർ ചെയ്തു മാർക്ക് സ്കോർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടീച്ചർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മോട്ടിവേഷനാണ്. ആ ഒരു മോട്ടിവേഷൻ കാരണം നമ്മൾ വീണ്ടും നന്നായിട്ട് ട്രൈ ചെയ്യും അല്ലേ. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ നമ്മളെ അവിടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ള തോന്നലേ നമ്മുടെ എംപ്ലോയീസിനുണ്ട് എന്നുണ്ടെങ്കിൽ അവർ മോട്ടിവേറ്റഡ് ആവും. അവർ മോട്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അവർ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ സ്റ്റഡീസിൻ്റെ ബേസിൽ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് പറയാനുള്ളത് ഒഹിയോ സ്റ്റേറ്റ് സ്റ്റഡിയാണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും 2 കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാനുള്ളത്. ഫസ്റ്റ് വണ്ണാണ് ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ, സെക്കൻഡ് വണ്ണാണ് കൺസിഡറേഷൻ. അപ്പോൾ ഒരു ലീഡർഷിപ്പിൽ അവിടെ ചില ലീഡേഴ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക ഗോൾസ് അച്ചീവ് ചെയ്യണം, അതിന് ഡിഫറെൻറ്റ് ടാസ്ക് ഏൽപ്പിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ടാണ് ഫോക്കസ് ചെയ്യുക. എന്നാൽ ചില ലീഡേഴ്സ് എംപ്ലോയീസ് ഓറിയൻറ്റഡ് ആയിരിക്കണം, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരുടെ ഇൻട്രസ്റ്റിനെ കൂടി പരിഗണിക്കണം എന്നുള്ള രീതിക്കായിരിക്കും ചിലർ വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടാസ്കിലോട്ട് അല്ലെങ്കിൽ ഗോൾസിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ലീഡർഷിപ്പ് സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ
എംപ്ലോയി ഓറിയൻറ്റഡ് ആണ്, എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബെസ്റ്റ് ലീഡർ എന്തായാലും ഈ ഒരു ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചറും കൺസിഡറേഷനും യൂസ് ചെയ്യുന്നുണ്ടാവും. പീപ്പിളിനെ മാത്രം ഫോക്കസ് ചെയ്യുകയോ അല്ലെങ്കിൽ ടാസ്കിനെ മാത്രം ഫോക്കസ് ചെയ്യുകയോ ചെയ്താൽ കാര്യമില്ല. ഇവർ രണ്ടിനെയും ഒരുപോലെ ഈക്വലായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒഹിയോ സ്റ്റേറ്റ് സ്റ്റഡി പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ മിഷിഗൻ സ്റ്റഡിയാണ്, യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ സ്റ്റഡിയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇത് ഇറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ് ബിഹേവിയറൽ തിയറി ഓഫ് ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മിഷിഗൻ യൂണിവേഴ്സിറ്റിയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയും എംപ്ലോയി ഓറിയൻറ്റഡ് എന്നും പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് എന്നുമാണ് നമ്മൾ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽസിനോടെ നമ്മൾ ഡിഫറെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എംപ്ലോയി ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ പീപ്പിൾസിനെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക, പീപ്പിൾസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് എംപ്ലോയി ഓറിയൻറ്റഡ്. പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ടാസ്കിലോട്ടായിരിക്കും ഫോക്കസ് ചെയ്യുക, മീൻസ് ടാസ്കിലോട്ടും ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസിലോട്ടും ഫോക്കസ് ചെയ്യുന്നതിനെയാണ് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എംപ്ലോയി ഓറിയൻറ്റഡ് ലീഡേഴ്സ് ആയിരിക്കും മോർ സക്സസ്ഫുൾ എന്നുള്ളതാണ്. മീൻസ് എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ അവിടെയുള്ള എംപ്ലോയീസാണ്. ആ എംപ്ലോയീസ് നല്ല രീതിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോട്ട് അവർക്ക് വേണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ അല്ലേ. സോ അത് കാരണം തന്നെ നമ്മൾ എംപ്ലോയി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മോർ സക്സസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മാനേജീരിയൽ ഗ്രിഡ് ഓർ ബ്ലേക്ക് ആൻഡ് മൗണ്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിലൊരു പിക്ചർ കാണിച്ചു തരാം. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇവിടെ നിങ്ങൾക്കൊരു പിക്ചർ കാണുന്നുണ്ടാവും അല്ലേ. 1 to 9 വരെ ഹൊറിസോണ്ടലായിട്ടും 1 to 9 വരെ വേർട്ടിക്കലായിട്ടും ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പോലെ അല്ലേ. ഇവിടെ നിങ്ങൾക്ക് കാണാം 1 to 9 വരെ വെർട്ടിക്കലായിട്ടും 1 to 9 വരെ ഹൊറിസോണ്ടലായിട്ടും ലേക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ സ്ക്രീനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിന് 2 ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ് ആക്സിസിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷനും വൈ ആക്സിസിൽ നിങ്ങൾക്ക് പീപ്പിളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും കാണാം. പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പീപ്പിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മീൻസ് പീപ്പിൾ ഓറിയൻറ്റഡ് ഓർ എംപ്ലോയി ഓറിയൻറ്റഡ്. കൺസേൺ ഫോർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ 1 to 9 വരെ ഹൊറിസോണ്ടലിയും 1 to 9 വരെ വേർട്ടിക്കലിയും കാണാൻ സാധിക്കും. വാട്ട് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ? ഹൊറിസോണ്ടൽ മീൻസ് ലൈക്ക് ദിസ്, റോ ബേസ്. ഓക്കെ, ആൻഡ് വേർട്ടിക്കൽ മീൻസ് കോളം ബേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹൊറിസോണ്ടൽ എന്താണ് വേർട്ടിക്കൽ എന്താണെന്ന് ക്ലിയർ ആയി. അതല്ല ഇവിടെ നമ്മുടെ ടാസ്ക്, ഈ ഒരു മാനേജീരിയൽ ഗ്രിഡ് തിയറി പഠിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 5 മാനേജീരിയൽ മോഡൽസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഇംപവറിഷ്ഡ്, സെക്കൻഡ് വൺ ടാസ്ക്, ദെൻ മിഡിൽ ഓഫ് ദ റോഡ്, കൺട്രി ക്ലബ്, ടീം മാനേജ്മെൻറ്റ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് 5 സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പാണ് മാനേജീരിയൽ ഗ്രിഡ് ത്രൂ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽസിൽ 5 മെയിൻ സ്റ്റൈൽസ് ആണുള്ളത്. ഇവിടെ നമുക്കറിയാം 1 to 9 വരെ മുകളിലോട്ടും 1 to 9 വരെ ഹൊറിസോണ്ടലിയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഫസ്റ്റ് വണ്ണാണ് ഇംപവറിഷ്ഡ്. ഇംപവറിഷ്ഡിൽ നമുക്ക് തന്നിട്ടുണ്ട് 1 എന്നാണ് തന്നിട്ടുള്ളത്. 1 ആണ്, അതായത് നമുക്കറിയാം കൺസേൺ ഫോർ പ്രൊഡക്ഷനും കൺസേൺ ഫോർ പീപ്പിളും ഇവിടെ 1 ആണ്. മീൻസ് കൺസേൺ ഫോർ പ്രൊഡക്ഷനും കൺസേൺ ഫോർ പീപ്പിളും ഇവിടെ 1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് മീൻസ് എന്താണ്, ഇവിടെ പീപ്പിൾസിനെ കൺസിഡർ ചെയ്യുന്നതും ലോ കൺസിഡറേഷനിലാണ്. ആൻഡ് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആണോ ചോദിച്ചാൽ അതും ഭയങ്കര ലോ ആണ്. ദറ്റ് മീൻസ് ഇവിടെ ഒരു മിനിമൽ എഫേർട്ടാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഇംപവറിഷിലൂടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ടാസ്ക് അല്ലെങ്കിൽ നമ്മളിതിനെ മാനേജ്മെൻറ്റ് എന്നും പറയാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ മാനേജ്മെൻറ്റ് എന്നാണ് കാണുക. അപ്പോൾ മാനേജ്മെൻറ്റ് എന്നും ടാസ്ക് എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട്. ഇത് 9-1 എന്നാണ് പറയുന്നത് അല്ലേ. 9-1 എന്നാണ് പറയുന്നത്. 9-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തിലോട്ടാണ്, ടാസ്കിലോട്ടാണ്, മീൻസ് ഗോൾസിലോട്ടാണ്. ദാറ്റ് മീൻസ് എന്താ, പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആണ്. പ്രൊഡക്ഷനെയാണ് ഇത് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ പീപ്പിൾസിനെ കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല, പീപ്പിൾസിനെ ലെസ്സാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും 9
ആണ് അല്ലേ, 9(1) ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ടാസ്ക്. ദറ്റ് ഈസ് മാനേജ്മെൻറ്റ് കേട്ടോ, മാനേജ്മെൻറ്റ് എന്നും പറയും. അപ്പോൾ ഇവിടെ വർക്ക് ഓറിയൻറ്റഡ് ആണ് ആൻഡ് പീപ്പിളിനെ ലെസ് ആയിട്ടേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതാണ് മാനേജ്മെൻറ്റിലൂടെ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജിലാണത്. ദെൻ നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് സ്റ്റേജിലാണ് ടീം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടീം മാനേജ്മെൻറ്റ് 9(9) ആണ് വരുന്നത്. അതായത് ഇവിടെ എന്താണ്, ഭയങ്കര ഹൈ ആണ്. അതായത് പീപ്പിൾസിനെയും നല്ല രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്, ടാസ്കിനെയും നല്ല രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദറ്റ് ഈസ് ടീം മാനേജ്മെൻറ്റ്. ഓക്കെ, അതാണ് ടീം മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ. ദെൻ നെക്സ്റ്റ് ആണ് കൺട്രി ക്ലബ് എന്ന് പറയുന്നത്. കൺട്രി ക്ലബ് ആവുന്ന സമയത്ത് ഇവിടെ നമുക്കറിയാം പീപ്പിളിനെ നല്ലോണം കൺസിഡർ ചെയ്യും, എന്നാൽ ടാസ്കിനെ കൺസിഡർ ചെയ്യുന്നില്ല. പീപ്പിൾസിനെ നല്ലോണം കൺസിഡർ ചെയ്യും, ടാസ്ക് കൺസിഡർ ചെയ്യുന്നില്ല. അറിയാം 1(9) ആണ് വരുന്നത്. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടെ പ്രൊഡക്ഷൻലി ഓറിയൻറ്റഡ് അല്ല, എന്നാൽ എംപ്ലോയി ഓറിയൻറ്റഡ് ആണ്. ദാറ്റ് മീൻസ് ഫോക്കസ് ഓൺ പീപ്പിൾ നോട്ട് വർക്ക്. ദറ്റ് ഈസ് കൺട്രി ക്ലബ്. ദെൻ നെക്സ്റ്റ് ആണ് മിഡിൽ ഓഫ് ദ റോഡ്. മിഡിൽ ഓഫ് ദ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5(5) ആണ്. ഇവിടെ നമ്മൾ പീപ്പിളിനെ കൺസിഡർ ചെയ്യുന്നതും 5 ആണ്, ആൻഡ് അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൺസിഡർ ചെയ്യുന്നതും 5 ആണ്. രണ്ടും ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാണ് മിഡിൽ ഓഫ് ദ റോഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ബാലൻസ്ഡ് അപ്രോച്ച് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ബെസ്റ്റ് അപ്രോച്ചാണ് ടീം മാനേജ്മെൻറ്റ്. മീൻസ് ഇതെന്താണ്, ഇത് രണ്ട് ടീമിനെയും ഹൈ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ്സ് എ ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ടീം മാനേജ്മെൻ്റ് ആണ്. 9(9) ആണ്. സോ നിങ്ങളോട് എന്തെങ്കിലും മാനേജറിയൽ ഗ്രിഡ് തിയറിയെക്കുറിച്ച് എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ വരയ്ക്കേണ്ട ഒന്നാണ് എന്ത്, ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് വരച്ച് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്കറിയാം. അതായത് എന്താണ് ഇംപവേഴ്സ്ഡ്, എന്താണ് കൺട്രി ക്ലബ്ബ്, വാട്ട് ഈസ് ടീം മാനേജ്മെൻറ്റ്, എന്താണ് ടാസ്ക്, എന്താണ് മിഡിൽ ഓഫ് ദ റോഡ്, ഇതെല്ലാം എവിടെയാണ് വരുന്നത്, ഏതൊക്കെ ലെവലാണ് വരുന്നത് എന്നുള്ള കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കിതിൽ മാർക്ക് ഹൈ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ദെൻ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതാണ് പാത്ത് ഗോൾ തിയറി. ദ പാത്ത് ഗോൾ തിയറി ഈസ് ഡെവലപ്ഡ് ബൈ റോബർട്ട് ഹൗസ്. റോബർട്ട് ഹൗസ് ആണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാത്ത് ഗോൾ തിയറിയിൽ പറയുന്നത്, പാത്ത് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വഴികളാണ് അല്ലേ. ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലക്ഷ്യം അല്ലേ. അതായത് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത് പാത്ത് ഗോൾ തിയറി അല്ലേ, അതായത് നമുക്ക് ലക്ഷ്യത്തിലോട്ടുള്ള വഴിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ്, നമ്മുടെ ലീഡേഴ്സ് ഫോളോവേഴ്സിനെ അവരുടെ ഗോൾസിലോട്ട്, അവരുടെ ഗോൾസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഗോൾസിലോട്ട് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് പാത്ത് ഗോൾ തിയറി എന്ന് പറയുന്നതിൻ്റെ ഒരു ചുരുക്കം ഇത്രയേ ഉള്ളൂ. അതായത് അവർക്ക് ഏതെല്ലാം വഴിയിലൂടെ സഞ്ചരിക്കണം, മീൻസ് എന്തെല്ലാം പ്രോസസ്സ് അവർ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ക്ലാരിറ്റി കൊടുക്കുക. മീൻസ് ആ ഒരു പാത്തിനെ അവർക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. ആൻഡ് ആ ഒരു പാത്തിൽ മീൻസ് ആ ഒരു വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ലീഡേഴ്സ് ഇവിടെ ഫോളോവേഴ്സിന് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിനനുസരിച്ച് സംടൈംസ് നമുക്കറിയാം ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെയാണ്. ജസ്റ്റ് നമ്മളോട് അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞു, ടാസ്ക് തന്നു, ബട്ട് അതെങ്ങനെ ഏത് രീതിയിലൂടെ എന്നുള്ളതൊന്നും സ്ട്രക്ചേർഡ് ചെയ്ത് തന്നിട്ടില്ല. അൺസ്ട്രക്ചേർഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ലീഡർ എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള ഡിറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും, എന്നിട്ട് അവരെ ആ ഒരു ഗോളിലോട്ട് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദറ്റ് ഈസ് ഡിറക്റ്റീവ്. ഓക്കെ, ദെൻ സപ്പോർട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഫോളോവേഴ്സ് അവർ ഒരു വഴി ചെയ്തു, ഒരു വഴിയിലൂടെ അവരൊന്ന് അച്ചീവ് ചെയ്യാൻ നോക്കി, ബട്ട് അവിടെ ഫെയിൽഡായി, ദെൻ വീണ്ടും നോക്കി. അങ്ങനെ ഫെയിൽഡ് വരുന്ന സമയത്ത് അവരുടെ കോൺഫിഡൻസും ഓട്ടോമാറ്റിക്കലി ലോസ് ആയിട്ട് വരും. അങ്ങനെ ആ ഒരു കോൺഫിഡൻറ്റ് ലോ ആവുന്ന സമയത്ത് അവരോടൊരു ഫ്രണ്ട്ലി അവരോട് അപ്രോച്ച് ചെയ്യുന്നതും ഭയങ്കര ഹാർഷായിട്ട് അപ്രോച്ച് ചെയ്യുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഒന്നാമതേ അവർ തളർന്നിരിക്കുന്ന സമയം, ആ ടൈമിൽ അവർക്ക് ഫ്രണ്ട്ലി അപ്രോച്ച് കൊടുക്കുന്നതിന് പകരമായിട്ട് ഹാർഷായിട്ട് ബിഹേവ് ആയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അവരുടെ അഡ്വേഴ്സ്ലിയാണ് എഫക്റ്റ് ചെയ്യുക. സോ അത് ഓർഗനൈസേഷനെയും അഡ്വേഴ്സ്ലിയാണ് എഫക്റ്റ് ചെയ്യുക. സോ ആ ഒരു സമയത്ത് അവരെ ഒന്ന് സപ്പോർട്ടീവായിട്ട് ഫ്രണ്ട്ലി അപ്രോച്ച് ഫ്ലോ ചെയ്യുന്നുണ്ട്. ദറ്റ് ഈസ് സപ്പോർട്ടീവ്. ദെൻ പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിൽ അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. സംടൈംസ് ലീഡേഴ്സ് അവിടെ ഡിസിഷൻസ് ടേക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റ് അവരോടൊന്ന് ചോദിക്കുക, ഇതെങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ, അങ്ങനെ എടുക്കാമല്ലോ. അപ്പോൾ അവർക്ക് എന്താ ഒരു പരിഗണന കൊടുക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. ഓക്കെ, ദെൻ അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചലഞ്ചിങ് ടാസ്കുകൾ കൊടുക്കുക. മീൻസ് ഇത് അവരുടെ ആ ഒരു പെർഫോമൻസിലൂടെ അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അതാണ് അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റീവ് ലീഡർഷിപ്പ് പറഞ്ഞു, സപ്പോർട്ടീവ് ലീഡർഷിപ്പ് പറഞ്ഞു, പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പും പറഞ്ഞു, അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ കണ്ടിജൻസി തിയറീനെ കുറിച്ചിട്ടുകൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം, ബിക്കോസ് ഇത് ഭയങ്കരമായിട്ട് ലെങ്ത് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ.